അവരെനിക്ക് വെറുതെ ചാപ്പക്കുത്തി തരേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ ആളുകളുടെ സർട്ടിഫിക്കറ്റേ എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ UDFൻ്റെ നോമിനിയാണ്, ഞാൻ എൻ്റെ പാർട്ടിയുടെ നോമിനിയാണ്. ഈ നാട്ടിലെ ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഫൈറ്റിനാണ് ഞാൻ വന്നിട്ടുള്ളത്. പേരാമ്പ്ര മണ്ഡലത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിലെ ഒരാളായ ശ്രീ TP രാമകൃഷ്ണനെയാണ്, മുതിർന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളായ TP രാമകൃഷ്ണനെ നമ്മൾ കണ്ടു. അവിടെ പക്ഷേ എതിരിട്ട് മത്സരിക്കുന്ന യൂത്തിൻ്റെ എല്ലാ പ്രസരിപ്പും എല്ലാ വൈബും ഉള്ള ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് ഇവിടെ പേരാമ്പ്രയിലുള്ളത്. വേറെ ആരുമല്ല, നമുക്കൊക്കെ വളരെ വളരെ പരിചിതയായ ഫാത്തിമ തെഹ്ലിയാണ്. എങ്ങനെ പോടും പ്രചരണം? താങ്ക് യു, അടിപൊളിയായിട്ട് പോകുന്നു. ഇവിടെ ഇറങ്ങിയത് ഓർമ്മയുള്ളൂ. ഇപ്പോൾ എത്ര പെട്ടെന്ന് ആ ദിവസങ്ങൾ പോകുന്നത്, എണ്ണി നോക്കുമ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈബാണ്. ആണോ? താങ്ക് യു. അറിയുന്നില്ല. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എതിരിടുന്നത് ചെറിയൊരാളെയല്ല, പേരാമ്പ്രയ്ക്ക് വളരെ പരിചിതനായ, കേരള രാഷ്ട്രീയത്തിന് സുപരിചിതനായ ഒരാളെ നേരിടുന്നത്. ഫാത്തിമ പറയുമ്പോൾ ഒരു ഇളമുറക്കാരിയാണ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ ആ എതിരാളി TP രാമകൃഷ്ണൻ, അങ്ങനെ ഒരാളെ കണ്ടുകൊണ്ട് പേരാമ്പ്രയ്ക്ക് കയറുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായിരുന്നോ? ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറിയോ? ഇല്ല, എനിക്ക് ആശങ്കകളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും വളരെ മുതിർന്ന ഒരു നേതാവിനോടൊപ്പമാണ് മത്സരിക്കുന്നത്. അതൊരു വലിയ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തലമുറകൾ വ്യത്യാസമുണ്ട് എങ്കിലും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ രീതി, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉള്ളതാണ്. അതിനെയൊക്കെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം കാണുന്നു. നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണല്ലോ, അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വളരെ യങ്ങായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള കാൻഡിഡേറ്റ് പേരാമ്പ്ര വരുന്ന ഒരു ചരിത്രമുള്ളത്. മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകളെ മത്സരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതൊരു ചരിത്രഘട്ടമായിട്ട് കാണുന്നുണ്ടോ? എല്ലാവരും അതിനെ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ? 100% ഇതൊരു ചരിത്രപരമായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. ആ സീറ്റുകളിൽ 2 സീറ്റ് സ്ത്രീകൾക്ക് നൽകുക എന്ന് പറയുമ്പം അതൊരു ഭയങ്കര ഡിസിഷനാണ്. അപ്പം അതിലൊരാളാവാൻ സാധിക്കുക എന്ന് പറയുമ്പം അത് വീണ്ടും ഒരു അംഗീകാരമാണല്ലോ. ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. പാർട്ടി എന്നെ ആ രൂപത്തിലേക്ക് ഒരു ചുമതല തന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പം അത് 100% നിർവഹിക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനുള്ളത്. പേരാമ്പ്രയിലെ പ്രചരണം ഏത് രീതിയിലാണ്? ഇപ്പോൾ നമുക്ക് ഫാത്തിമ പറഞ്ഞ പോലെ വളരെ രാഷ്ട്രീയമായിട്ട് കാണാം. ഞങ്ങൾ ശ്രീ TP രാമകൃഷ്ണനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയണ്ടായി ഇത് കുട്ടിക്കളിയല്ല എന്ന് പറയണ്ടായി. അങ്ങനെ എതിർപക്ഷത്തെ പ്രചാരണത്തിൽ കുട്ടിക്കളിയായിട്ട് LDF കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പൊതുവേ ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എതിർപ്പുണ്ട്, അല്ലെങ്കിൽ പുതിയ ജനറേഷനിലെ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എതിർപ്പുണ്ട്. അത്തരത്തിലുള്ള ഒരു വാചകമായിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത്. ഒരിക്കലും കുട്ടിക്കളി എന്ന് പറയുമ്പം ആ രൂപത്തിൽ ഏത് ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യമാണ് അവിടെ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഷോ ഓഫ് അല്ല വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മളെ ഗൗരവത്തിലെടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകൾക്ക് ആദ്യം ചെയ്യേണ്ട ഒരു ഫൈറ്റ് നമ്മളെ ഗൗരവത്തിലെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫാത്തിമയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഗൗരവത്തിൻ്റെ കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഇവിടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, എന്താണ് ഈ മണ്ഡലത്തിന് ആവശ്യം, അത് ജനങ്ങളോട് സംസാരിക്കുക, അവരിൽ നിന്ന് കേൾക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഏത് രൂപത്തിൽ അത് നമുക്ക് പ്രാപ്തമാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. 100% ഞാൻ ഈ മണ്ണിൽ ഇറങ്ങിയപ്പം, പേരാമ്പ്ര ഇറങ്ങിയപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനെ കുറിച്ച് ഫാത്തിമ പറഞ്ഞു തുടങ്ങിയല്ലോ. ഇന്ന് വന്ന ഒരു പ്രതികരണം, ഉമർ ഫൈസിയും ഒക്കെ തന്നെ പ്രതികരണം കേട്ടോ എന്നറിയില്ല. ജനറൽ സീറ്റിലൊക്കെ അങ്ങനെ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ പറ്റുമോ? അവിടെ പ്രഗത്ഭരായ ആണുങ്ങളെയല്ലേ മത്സരിപ്പിക്കേണ്ടതെന്ന് സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറയാണ്. ഞാനത് കേട്ടിട്ടില്ല. ഇനി അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വനിതാ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമൊക്കെ ഫാത്തിമ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ അഡ്വക്കേറ്റ് നൂർബിന നർഷി ഇതൊക്കെ ഉൾപ്പെടെയുള്ളവർ വളരെ പ്രത്യക്ഷമായി തന്നെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വനിതാ ലീഗിന് വേണ്ട പ്രാതിനിധ്യം കിട്ടിയില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് ഫാത്തിമ തെഹ്ലിയും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ലീഗിൽ പ്രവർത്തിക്കുന്ന ജയന്തി രാജനും ഒക്കെ വരുന്നത്. അതിൽ അവർ അതൃപ്തിയാണ്, സ്വാഭാവികമായിട്ട് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള പുതുരക്തങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് തന്നെ ഇത്തവണ മുസ്ലിം ലീഗ് എടുത്തിട്ടുണ്ടെന്ന് പട്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനെ വനിതാ ലീഗിൽ നിന്നുണ്ടായിരുന്ന ആ എതിർപ്പൊക്കെ എങ്ങനെ കാണുന്നു? ഇല്ല, അത് നേരത്തെ പാർട്ടി സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു എന്ന് തന്നെയാണ്
ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ വനിതാ ലീഗിൻ്റെ ഭാഗമാണല്ലോ, ഞങ്ങളൊക്കെ ലീഗിൻ്റെ ഭാഗമാണല്ലോ, ഞങ്ങൾ ഒരേ മുന്നണിയിലുള്ള ആളുകളാണ്. UDFൻ്റെ പിന്നെ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ കൂത്തുപറമ്പിലേക്കാണെങ്കിലും പേരാമ്പ്രയിലേക്കാണെങ്കിലും വന്നിട്ടുള്ളത്. അപ്പോൾ 100% എൻ്റെ നേതാക്കന്മാരാണ്. ശ്രീമതി നൂർബിന റഷീദ് ആണെങ്കിലും അതുപോലെ വനിതാ ലീഗിൻ്റെ ആളുകളാണെങ്കിലും അവരാണ് ഞങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നത്. അവരുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കാനും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ആ ഒരു സ്വീകാര്യത അവരൊക്കെ ഇന്നിപ്പോൾ ഇവിടെ ഷാഹിന നിയാസി വനിതാ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ട്, സജീവമായി തന്നെ ഉണ്ട്. മറ്റൊരു വാദം കേട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് ഫാത്തിമ തെഹ്ലിയ എന്നുള്ളതാണ്. അതെ, ആ സർട്ടിഫിക്കറ്റ് അവരെനിക്ക് വെറുതെ ചാപ്പക്കുത്തി തരേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ ആളുകളുടെ സർട്ടിഫിക്കറ്റേ എനിക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് പറഞ്ഞ ആളുകൾ അത് തെളിയിക്കട്ടെ. ഞാനത് അന്നേ പറഞ്ഞു, ഏത് രൂപത്തിലാണ് അവർ അത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിക്കുന്നത്. ഞാൻ UDFൻ്റെ നോമിനിയാണ്, ഞാൻ എൻ്റെ പാർട്ടിയുടെ നോമിനിയാണ്. ഈ നാട്ടിലെ ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഫൈറ്റിനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാദം ഉന്നയിക്കുന്നവർ ഏത് രൂപത്തിലാണ് എന്നെ അത്തരത്തിലൊരു നോമിനിയായിട്ട് കാണുന്നത് എന്ന് അവർ തെളിയിക്കട്ടെ. ഞാനത് പറഞ്ഞതാണ് ഓൾറെഡി. ഫാത്തിമയുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലതരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണം വരുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഏതൊക്കെ രൂപത്തിൽ അവർ ഇത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇത്രയല്ലേ എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വരാൻ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉണ്ടല്ലോ. അതിലിനി എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ കുപ്രചരണങ്ങൾ അവർ നടത്തും എന്നുള്ളത് ഞാൻ നോക്കിക്കാണുക. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാഷ്ട്രീയത്തിൽ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതലേ സൈബർ ബുള്ളിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം രൂക്ഷമായിട്ടുള്ള സൈബർ അറ്റാക്കുകളാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ട് വരുന്ന ഹാൻഡിലുകൾ പരിശോധിച്ച് നോക്കിയാൽ ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഷാഫിയുടെ കൂടെ ഫാത്തിമ നിൽക്കണ ഒരു പടമൊക്കെ വെച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരം. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഒന്നിച്ച് നിന്ന് ജോലി എടുക്കുകയും ഒന്നിച്ച് നിന്ന് രാഷ്ട്രീയം പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാലത്ത് ഒരു വേദിയിൽ ഒന്നിച്ച് നിന്ന് ഇങ്ങനെ ഒരു ഷേക്ക് ഹാൻഡിന് പകരം ഇങ്ങനെ ഒരു സാധനം കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുക? നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നൊരു സംശയം എനിക്ക് തോന്നാറുണ്ട്, ഫാത്തിമയ്ക്ക് തോന്നാറുണ്ട്. അതെ, ഇത് പറയുന്ന ആളുകളാണ് എനിക്ക് വിചിത്രമായി തോന്നിയത്. പുരോഗമനവാദികൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളുകളാണ് ഇതൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ഒരുപാട് പൊതുരംഗത്തേക്ക് വരണം, അവരുടെ സാന്നിധ്യം രാഷ്ട്രീയ മേഖലയിൽ ആവശ്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ എനിക്കെതിരെ തെറി അഭിഷേകം നടത്തുന്നത്, സൈബർ ബുള്ളിങ് നടത്തുന്നത്, ബോഡി ഷെയ്മിങ് നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പിന്നെ എന്താ പറയുക, വേർബൽ റേപ്പിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ മെസ്സേജുകളൊക്കെ വരുന്നത്. അത് കൃത്യമായിട്ട് പോയിൻറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളാണ്. ഐ മീൻ പിന്നെ എന്താ പറയുക, റിപ്ലൈസ് ആണ്. മീൻസ് സോഷ്യൽ മീഡിയയിൽ അവർ നടത്തുന്ന പ്രചരണങ്ങൾ അത്തരത്തിലുള്ളതാണ്. അപ്പം ഇതൊക്കെ വേട്ടയാടലാണ്. വ്യക്തിപരമായി വേദനിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ നേരത്തെ ടി പി രാമകൃഷ്ണൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എതിർപക്ഷത്തൊരു വനിതാ യുവ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അണികൾക്കും അതുപോലെ സൈബർ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും വ്യക്തിപരമായ ഒരു പരാമർശം പോലും അറിയാതെ പോലും ഉണ്ടായി പോകരുത് എന്ന കാര്യത്തിൽ ഞങ്ങൾ വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് അപ്പുറത്തെ പക്ഷം പറയുന്നുണ്ട്. ഇല്ല, അത് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. പക്ഷെ നേരത്തെ വടകര പാർലമെൻറ്റ് ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ഞങ്ങളല്ലേ ചെയ്യുന്നത് രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അവസാനം പോലീസ് ഇതിൻ്റെ പിന്നിൽ അന്വേഷണം നടത്തിയിട്ട് പിടികൂടുന്നത് ഇവിടെ റെഡ് ബറ്റാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ എന്താ പിന്നെ CPM ചെമ്പട വടകര ചെമ്പട, അങ്ങനെ ആ രൂപത്തിലുള്ള പേരുകളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്നുള്ളത് പറയുന്നത് കേരള പോലീസാണ്, ഞങ്ങളാരും അല്ല. അപ്പോൾ ഇത് ഒരു തരത്തിൽ അവർ ഞങ്ങൾ പൊതുരംഗത്തേക്ക് വന്നിട്ട് ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഇൻസൈഡിൽ അവർ ഇത്തരത്തിലുള്ള പ്രചരണത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട് എന്നല്ലേ അതിനുള്ള മറുപടി. അല്ലെങ്കിൽ ഇവർ നിയന്ത്രിക്കട്ടെ. കൃത്യമായിട്ട് അറിയാം ഈ ഹാൻഡിലുകളൊക്കെ. ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെയും ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ പോലീസിന് ഈ മേഖലയിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് അവരോടൊപ്പമുള്ള ആളുകളാണെങ്കിൽ ഇൻട്രസ്റ്റ് എടുത്ത് കേസെടുത്ത് അതുമായി അതിൻ്റെ പിന്നാലെ നടന്ന അന്വേഷണം നടത്തുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങളൊക്കെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ടാണോ എന്നറിയില്ല, സ്ത്രീകളുടെ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ പ്രയാസകരമായിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന മറുപടികൾ. സ്ത്രീയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് ഫാത്തിമ? അതെ, അതൊരു ചോദ്യം തന്നെയാണ്. അത്ര ഈസി അല്ല. നിങ്ങൾക്ക് ഈസി വാക്ക് ഓവർ അല്ല ഒരിക്കലും ഒരു പൊളിറ്റിക്സിലേക്ക്
പ്രത്യേകിച്ച് കേരള പൊളിറ്റിക്സിൽ കേരള പൊളിറ്റിക്സ് അല്ല പൊതുവിൽ അങ്ങനെയാണെങ്കിലും കേരളത്തിൽ കുറച്ച് കൺഫ്യൂഷനുകളൊക്കെ തട്ടിമാറ്റിയിട്ട് വേണം നമുക്ക് വരാൻ. പിന്നെ അല്പസ്വല്പം മനക്കെട്ടികൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യം സൈബർ ബുള്ളിങ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് എന്താ തോന്നുന്നത്? ഇപ്പോൾ എനിക്ക് ഒന്നും തോന്നാറില്ല, ഒരു മരവിപ്പാണ്. കാരണം കുറച്ച് ഒരു 5-6 വർഷമായി കാണും ഇതൊക്കെ ആരംഭിച്ചിട്ട്. ആദ്യഘട്ടത്തിലൊക്കെ വ്യക്തിപരമായിട്ടാണെങ്കിലും കുടുംബത്തിനെയും സ്വന്തമുള്ള ആളുകളെയൊക്കെ പറയുമ്പോൾ പ്രയാസം തോന്നിയിട്ടുണ്ട് എങ്കിലും ഇതിപ്പം നിർബന്ധമായിട്ട് നമ്മൾ ഏറ്റുവാങ്ങേണ്ട എന്തോ സംഭവം പോലെ ആയിട്ടാണ്. ഇത് നിർബന്ധമായിട്ടും ക്യാമ്പയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് തന്നെ അതിന് ആ രൂപത്തിൽ മുൻഗണന നൽകിക്കൊണ്ട് സർക്കാരുകൾ പരിഹരിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക, ഊർജ്ജത്തോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടരുക, മുന്നോട്ട് പോവുക. എല്ലാ ആശംസകളും. താങ്ക് യു. ഒരുപാട് ഉയരങ്ങളിൽ കാണട്ടെ. നിങ്ങളെ പോലെയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുകയാണ് വേണ്ടത് രാഷ്ട്രീയത്തിനെ റിഫൈൻ ചെയ്യാൻ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ നാട്ടിലൂടെയൊക്കെ പോകുമ്പം എനിക്ക് വളരെ അത്ഭുതം തോന്നിയത് തൊഴിലുറപ്പ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇവിടെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവർ കാണുന്നൊരു സന്ദേശം, അത് എന്നോട് പറയുന്നൊരു കാര്യം അതാണ്, മുന്നോട്ട് പോകണം എന്നുള്ളത്. വലിയ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.